നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഗായത്രി സുധാകരൻ. ഡിവോഴ്സ് ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും റെസ്പോണ്ടൻസിനെയാണെന്ന്. കാരണം പെറ്റീഷനേഴ്സിന് അതിന്റെ ആവശ്യമില്ലല്ലോ, അവർ വില്ലിംഗ് ആണല്ലോ. അതുപോലെ തന്നെ മ്യൂച്വൽ ആയിട്ട് പോവുകയാണെങ്കിൽ രണ്ടുപേരും ഓക്കെയാണ്. പക്ഷെ ഡിവോഴ്സ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ ദമ്പതിമാർക്ക് കുട്ടികളുണ്ടെങ്കിൽ അവരെയാണ്. കാരണം അവരൊരിക്കലും അച്ഛനമ്മമാര് പിരിയണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. പ്രത്യേകിച്ചും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവർക്ക് അറിയത്തില്ല എന്തൊക്കെ കോൺഫ്ലിക്ട്സ് ആണ് നടക്കുന്നത്, എന്താണ് നടക്കുന്നത്, അവർ പിരിയുന്നൊന്നും കാര്യമൊന്നും അവർക്ക് അറിയത്തില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദമ്പതിമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വക്കീലിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യമേ ഡിവോഴ്സിലേക്ക്, ഭൂരിഭാഗം വക്കീലന്മാരും ഡിവോഴ്സിലേക്ക് കൊണ്ടുപോകത്തില്ല. മാക്സിമം കൗൺസിൽ ചെയ്ത് അവരെ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചു. ഇൻഎവിറ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എങ്കിൽ മാത്രമേ ഡിവോഴ്സിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഡിവോഴ്സ് വേണ്ട എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. കാരണം നമ്മൾ എന്തായാലും പിരിയാൻ പോവുകയാണ്, അതായത് ദമ്പതിമാർ എന്തായാലും പിരിയാൻ പോവുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈഗോയും കോംപ്ലക്സും ഒക്കെ മാറ്റിവെച്ച് ആ കുഞ്ഞു മനസ്സുകൾക്ക് വേദനിക്കാതിരിക്കാൻ വേണ്ട മാക്സിമം കരുതൽ നമ്മൾ എടുക്കേണ്ടതാണ്. കോ പാരന്റിങ് പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുക. കാരണം ഇപ്പം ഒരു കോമൺ ആയിട്ട് നിങ്ങൾ മ്യൂച്വൽ ആയിട്ട് നിങ്ങൾ ചെല്ലേണ്ട സമയത്ത് അതെല്ലാം കൃത്യമായി ചെല്ലുക. ആ ചെല്ലുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കുക. കാരണം കുട്ടികൾക്ക് വീണ്ടും എന്തായാലും ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അച്ഛനും അമ്മയും ഒരുമിച്ച് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫംഗ്ഷൻസോ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. കുഞ്ഞുങ്ങൾക്ക് ലോങ് ടേം ആയിട്ടുള്ള ഒരുപാട് ഇൽനെസ്സുകൾ, മെന്റൽ ആണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും ഈ ചൈൽഡ്ഹുഡ് ട്രോമ കാരണം ഉണ്ടാവും. അവരുടെ അഡൽട്ട്ഹുഡിനെ അത് വല്ലാതെ ബാധിക്കും. ഇമോഷണൽ ഇമ്പാക്ട്സ് വളരെയധികം വലുതായിരിക്കും. ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു സോഷ്യലി അവർ ഒരുപാട് കാര്യങ്ങൾക്ക് വിഡ്രോ ചെയ്യും. സോ കോ പേരന്റിംഗിൽ വളരെയധികം ശ്രദ്ധിക്കണം. കസ്റ്റഡിയിൽ ചിലപ്പോൾ ഒരാഴ്ച അച്ഛൻ്റെ കൂടെ ആണെങ്കിൽ 2 ദിവസം അമ്മയുടെ കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ വെക്കേഷൻ വരുമ്പോൾ അച്ഛൻ്റെ കൂടെ ആണെങ്കിൽ അമ്മയുടെ കൂടെ ആണെങ്കിൽ വെക്കേഷൻ വരുമ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ കൂടെ ആയിരിക്കും. ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം നമ്മുടെ പാർട്ട്ണറിനെ പറ്റി മോശങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ ആ ഒരു സമയത്ത് ആ കുഞ്ഞിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അവർക്ക് ഒരു ഭയങ്കര റിലീഫ്, നമ്മുടെ സാന്നിധ്യം അവരെ എൻജോയ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം. അതുപോലെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെ പാർട്ട്നേഴ്സിനോ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കുത്തുവാക്കുകൾ പറയാനുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ അതിനൊരു ദൂതരാക്കി മാറ്റരുത്. അത് നമ്മുടെ പേരൻസോ നമ്മുടെ ബന്ധുക്കളോ അക്കാര്യത്തിൽ മോശമായി പെരുമാറുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും 2 പേരൻസും വരേണ്ട ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ അവരുടെ കൂടെ മാക്സിമം സമയം ചെലവഴിക്കുവാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താതിരിക്കാനും, അതായത് ഞാൻ നോക്കിയെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു, നിങ്ങൾ നോക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നൊക്കെയുള്ള ഒരു കുത്തുവാക്കുകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളയാനുള്ളൊരു സമയമല്ല. ആ കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോയ അവരുടെ മാതാപിതാക്കളെ അപ്പോഴെങ്കിലും ഒന്ന് ഒരുമിച്ച് കിട്ടുന്നൊരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ പറ്റാവുന്ന രീതിയിൽ സംയമനം പാലിച്ചുകൊണ്ട് മറ്റൊരു പാർട്ട്ണറായിരുന്ന ആളിൽ നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്ഷമിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോവാം. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും കുഞ്ഞുങ്ങൾക്ക് ഉള്ളിൽ എന്തൊക്കെ ഇമോഷൻസ് ആണ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ യാതൊരു വഴിയും കാണത്തില്ല. അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ എഴുതിക്കുക, വരപ്പിക്കുക. അതിലൂടെ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ മനസ്സിലാക്കി കൗൺസിലിംഗ് വേണ്ട സമയത്ത് തീർച്ചയായിട്ടും കൗൺസിലിംഗ് കൊടുക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ പിന്നീടുള്ള ഒരു ലോങ് ടേം റിസ്കുകൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ സാധിക്കും. കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ ഞങ്ങൾ കാരണമാണോ, ഞങ്ങൾ എന്തെങ്കിലും ഫോൾട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യത്തിൽ എപ്പോഴും ഒരു തോന്നലുണ്ടായിരിക്കും. നിങ്ങൾ കാരണമല്ല, ഇത് സംഭവിച്ചു പോയൊരു കാര്യമാണ്, നിങ്ങളല്ല ഇതിന്റെ കുറ്റക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു ബേർഡൻ അല്ല എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. അത് എപ്പോഴും റീഅഷ്യൂർ ചെയ്യുക. ഒരു സെക്കൻഡ് മാരേജിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് സ്വയം ഒരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അങ്ങനെ ഒരു കാര്യങ്ങൾ കുഞ്ഞു മനസ്സിലേക്ക് എത്തിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ അവരുടെ ലൈഫിലും ഇത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു, എല്ലാ ലൈഫിലും ഇങ്ങനെയാണ് സംഭവിക്കുന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടാക്കിയെടുത്താൽ അവരുടെ പിന്നീടുള്ള ജീവിതത്തിലെ റിലേഷൻഷിപ്പിൽ ഇതെല്ലാം ബാധിക്കും. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ സംഭവിക്കില്ലാതിരിക്കാൻ വേണ്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് എല്ലാവരുടെയും ലൈഫ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോന്നലിലായിരിക്കും കുഞ്ഞുങ്ങൾ വളരുന്നത്. അങ്ങനെ കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെയും ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ രീതിയിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.